എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു 5 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട അല്ലെങ്കിൽ തിരുവല്ല അല്ലെങ്കിൽ കോഴഞ്ചേരി അതുപോലെ തന്നെ MC റോഡ് വഴി കോട്ടയം ടച്ച് ചെയ്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കോട്ടയത്ത് ലുലുമാളൊക്കെ വന്നത് പിന്നെ ഒത്തിരി തിരക്കാണ്. ഉച്ച സമയത്ത് തന്നെ നമുക്ക് ചിങ്ങവനം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം കോട്ടയം ടൗൺ ടച്ച് ചെയ്ത് ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ തന്നെ കണ്ടോ ഏകദേശം 39 മിനിറ്റാണ് 20 മിനിറ്റ് കവർ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും ഈ കോട്ടയം ടൗൺ വഴി പോകേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും നമുക്ക് ചിങ്ങവനത്ത് നിന്ന് റൈറ്റ് കയറി പുതുപ്പള്ളി വഴി നമുക്ക് മണർകാട് വഴി ഏറ്റുമാനൂർ കവർ ചെയ്ത് പട്ടിത്താനം റൗണ്ട് അബൌട്ടിൽ കയറി നേരെ നമുക്ക് സുഖമായിട്ട് മൂവാറ്റുപുഴ റോട്ടിലേക്ക് പോകാം. അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിങ്ങവനം ജംഗ്ഷനിലാണ്. അതുകൊണ്ടോ ചിങ്ങവനം ജംഗ്ഷനിൽ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കോട്ടയം ടൗൺ കഴിഞ്ഞ് പട്ടിത്താനം ഏറ്റുമാനൂർ കഴിഞ്ഞ് പട്ടിത്താനം റൗണ്ട് അബൌട്ടിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 20 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ 20 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതേ സമയം കൊണ്ട് ഒരു 4 കിലോമീറ്ററാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതുപ്പള്ളി വഴി മണർകാട് വഴി ഈ പറയുന്ന തിരക്കുകളെല്ലാം മാറ്റിയിട്ട് നമുക്ക് പോകാമെന്നാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ചിങ്ങവനം ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ചിങ്ങവനം ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യണ റോഡിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങവനം പരുന്തുംപാറ റോഡിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യണത്. അത്യാവശ്യം നല്ല വഴിയാണ്. നമുക്ക് വെറുതെ ഈ പോണ വഴിക്ക് നാട്ടകത്തും അതുപോലെ തന്നെ കോട്ടയം ടൗണിലൊക്കെ ബ്ലോക്കിൽ കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല. വെറുതെ അവിടെ ചവിട്ടി നമ്മൾ പോകേണ്ടി വരും. തീർച്ചയായിട്ടും നെടുമ്പാശ്ശേരിക്കൊക്കെ പോണവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഉച്ച സമയത്ത് ഉള്ളൊരു 5-10 മിനിറ്റ് നമുക്കവിടെ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേര സമയത്ത് ഈ 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റും അരമണിക്കൂറൊക്കെ ആയിട്ട് മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വീക്കെൻഡിലൊക്കെ ഒത്തിരി തിരക്കുണ്ട് ലുലുമാളിൻ്റെ പരിസരത്തൊക്കെ. നമ്മൾ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്. MC റോഡിൽ ലുലുമാളിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചിങ്ങവനം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇനി നമുക്ക് തിരിയാനുള്ളത് ഏകദേശം 2 കിലോമീറ്റർ കഴിയുമ്പോഴാണ്. വെറും 2 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്കിനിയും അടുത്ത തിരിവില്ല, ജസ്റ്റ് ഒരു സ്ലൈറ്റ് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇതൊരു മേൽപ്പാലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നേരെ പോകണം. ഇനി അടുത്ത് പരുന്തുംപാറ ജംഗ്ഷനെത്തും. ആ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോകേണ്ടത്. നേരെ പോകരുത് ഒരിക്കലും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. നട്ടുച്ചയ്ക്കൊക്കെ ഇപ്പോൾ ഒരു വെയിലത്ത് നമ്മൾ അവിടെയൊക്കെ ട്രാഫിക് കിടക്കുന്നതുകൊണ്ട് വളരെ സുഖമായിട്ട് നല്ല അടിപൊളി റോഡാണത്. ഒരു കൊടുക്കമില്ല, ഒരു കുഴിയില്ല, ഒന്നുമില്ല. ഒരുപാട് വളവുകളില്ല, കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സുഖമായിട്ട് നമുക്ക് ട്രാഫിക്കൊന്നും കൂടാതെ ഈ പറഞ്ഞ കോട്ടയം ടൗൺ ടച്ച് ചെയ്യേണ്ട ഏറ്റുമാനൂർ. കോട്ടയം ടൗണിൽ നിന്ന് പിന്നെ ഈ ഏറ്റുമാനൂർ കഴിഞ്ഞിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അമ്പലത്തിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ കുറച്ച് ചെല്ലുമ്പോൾ നമുക്ക് നേരെയല്ല പോകേണ്ടത്, സ്ലൈറ്റ് ഇട്ട് ആ ബസ് കിടക്കണതിൻ്റെ ലെഫ്റ്റിൽ കൂടെ നേരെ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. പരുന്തുംപാറ ജംഗ്ഷനാണിത്. ഇവിടെ നമുക്ക് ഈ നേരെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയാണ് പോകേണ്ടത്. ഇനി ഈ വഴി പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോഴാണ് അടുത്ത തിരിവ് വരുന്നത്. മെയിൻ റോഡിൽ നിന്നുള്ള തിരിവ് വരുന്നത്. ഈ തിരിവ് വരുന്നത് നേരെ പുതുപ്പള്ളി റോഡിലേക്കാണ്. അതായത് തെങ്ങണയിൽ നിന്ന് നമ്മൾ പുതുപ്പള്ളിക്ക് വരുന്ന ആ റോഡിലേക്കാണ് ഈ റോഡിൽ നിന്ന് അവസാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള എല്ലാ തിരിവിൻ്റെയും വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എയർപോർട്ടിൽ പോകുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ് ഉണ്ട്. ഇനി നമ്മൾ പുതുപ്പള്ളി ലക്ഷ്യമായിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുതുപ്പള്ളി പോണ വഴി ലെഫ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സൈൻ ബോർഡ് അവിടെ ഉണ്ട്. ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. ഈ വഴി പോകുമ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിലേക്ക് ആയിരിക്കും നമ്മൾ പോകണം കേട്ടോ. അത് 2 സൈഡിലും പാടമാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഇതുപോലുള്ള വഴികളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ എളുപ്പവഴിയൊക്കെ തേടി പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. നല്ല അടിപൊളി വഴിയാണ്. ഒട്ടും കുടുക്കമൊന്നുമില്ല. കണ്ടോ, നിങ്ങൾക്ക് റോഡൊക്കെ കാണാമല്ലോ, വലിയ കുഴികളൊന്നും ഇല്ലാത്ത വഴിയാണ്. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. 2 സൈഡിലും പാടം. ഇവിടെയൊക്കെ ഇതുപോലെയൊക്കെ കൃഷിയൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ വിചാരിച്ചു പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചാണ്ട് ചെല്ലുമ്പോൾ ഇനി ഒരു ടേണിങ്ങിൽ ചെറിയൊരു ടേണിങ് ഉണ്ട്. അവിടെ ചെറിയ ചായകടയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ചായയും കടികളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല ചായയാണ്. പല പ്രാവശ്യം നമ്മൾ കുടിച്ചിട്ടുണ്ട്. കാഴ്ചയൊക്കെ കണ്ട് സുഖമായിട്ട് നമുക്ക് ഒരു ട്രാഫിക്കും ഇല്ലാതെ നമുക്ക് പുതുപ്പള്ളി പള്ളിക്ക് തൊട്ട് മുമ്പായിട്ട് ഇരവിനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റോഡിൽ നിന്ന് കയറുന്നത്. സുഖമായിട്ട് എത്താം. ശരിക്കും പറഞ്ഞാൽ ചിങ്ങവനത്ത് നിന്ന് നമ്മൾ ഏറ്റുമാനൂർ കഴിഞ്ഞ് പട്ടിത്താനം റൗണ്ട് ബോട്ട് എത്തണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. MC റോഡ് ഒഴിവാണെങ്കിൽ. ഞാനീ പറഞ്ഞ കട ഇതാണ്, ഇപ്പോൾ കഴിഞ്ഞു പോയ കടയാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക്. ഇരവിനെല്ലൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പുതുപ്പള്ളി തൊട്ടടുത്ത് തന്നെ ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുപ്പള്ളി പള്ളിയായി.
പിന്നെ എല്ലാവർക്കും വഴി അറിയാമല്ലോ. പുതുപ്പള്ളി പള്ളി കഴിഞ്ഞാൽ നേരെ മണർകാട് നിന്ന് നേരെ ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ് വഴിയാണ് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ടൗൺ പോലും ടച്ച് ചെയ്യാതെ നമുക്ക് സുഖമായിട്ട് പട്ടിത്താനം ആ റൗണ്ട് ബോട്ട് എത്തിച്ചേരും. പിന്നെ അവിടുന്ന് പിന്നെ നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് അതുപോലെ തന്നെ പെരുമ്പാവൂർ നേരെ എയർപോർട്ടിൽ പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോട്ടയത്തെ ബ്ലോക്ക് ഒഴിവായി കിട്ടും. കോട്ടയത്തൊരു ചില സമയത്ത് ന്യായമായിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അവിടെ ലുലുമാൾ വന്ന പിന്നെ ആ നാട്ടകം ഭാഗത്തൊക്കെ സിമെൻറ്റ് കവലയിലും അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ ഒട്ടും ബ്ലോക്ക് ഇല്ലാത്തൊരു വഴിയാണിത്. ഇരുവനെല്ലൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുതുപ്പള്ളി പള്ളി, അത് നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണർകാട്. ഇനി ആർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഒത്തിരി പേർക്കൊക്കെ അറിയാവുന്നൊരു വഴിയാണ്. കോട്ടയം ജില്ലയിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന വഴിയായിരിക്കും.